ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർട്ടൽസ് അണ്ടർ കോമ്പറ്റീഷൻ ആക്ട് 2002 എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വൈകിക്കാണ്ട് ടോപ്പിക്കിലോട്ട് പോവാം. സെക്ഷൻ 2 ക്ലോസ് C ഓഫ് കോമ്പറ്റീഷൻ ആക്ട് ആണ് കാർട്ടലിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. Cartel includes an association of producers, sellers, distributors, traders, service providers who enter into an agreement among themselves. So, cartel എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സിന്റെ, അതുപോലെ സെല്ലേഴ്സിന്റെ, അതേപോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ, അതുപോലെ ട്രേഡേഴ്സിന്റെ, അതുപോലെ സർവീസ് പ്രൊവൈഡേഴ്സിന്റെ ഒക്കെ ഒരു അസോസിയേഷൻ ആണ്. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഉൽപാദകരാണ്. അതുപോലെ സെല്ലേഴ്സ് എന്ന് പറഞ്ഞു വെച്ചാൽ വിൽപ്പനക്കാര്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വിതരണക്കാര്, ആൻഡ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ വ്യാപാരികളാണ്, ആൻഡ് സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത് സേവനദാതാക്കളെയാണ്. സോ ഈ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ ഒരു അസോസിയേഷൻ ആണ് കാർട്ടൽ എന്ന് പറയുന്നത്. ആൻഡ് ഇവരെന്താണ് ചെയ്യുന്നത്? ഇവർ പരസ്പരം ഒരു എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യുകയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തിന്റെ പേരിലാണ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ടു ലിമിറ്റ് കൺട്രോൾ, അറ്റംപ്റ്റ് ടു ലിമിറ്റ് കൺട്രോൾ, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, സെയിൽ, പ്രൈസ് ഓഫ് ഗുഡ്സ് ഓർ പ്രൊവിഷൻ ഓഫ് സർവീസസ്. സോ ഈ പറഞ്ഞ പേഴ്സൺസിന്റെ ഒക്കെ അസോസിയേഷൻ പരസ്പരം ഒരു എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യുകയാണ്. എന്ത് പറഞ്ഞിട്ട്? ടു ലിമിറ്റ് കൺട്രോൾ, അതായത് ഇവര് പരിമിതപ്പെടുത്തുകയാണ്, അതായത് ഇവർ കൺട്രോൾ ചെയ്യുകയാണ്, അതല്ലെങ്കിൽ പരിമിതപ്പെടുത്താൻ ശ്രമിക്കുകയാണ്, അതായത് നിയന്ത്രിക്കാൻ ഇവർ ശ്രമിക്കുകയാണ്. എന്തിനേക്കാണ്? പ്രൊഡക്ഷനെ. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഉൽപാദനം. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്തിനാണ്? ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ വിതരണത്തിനെയാണ്. അതുപോലെ വിൽപ്പന, അതുപോലെ സർവീസസിന്റെയും ഗുഡ്സിന്റെയും ഒക്കെ പ്രൈസ്. സോ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ കാർട്ടൽ എന്ന് പറയുമ്പോൾ അവിടെ പ്രൊഡ്യൂസേഴ്സിന്റെ, സെല്ലേഴ്സിന്റെ, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ, ട്രേഡേഴ്സിന്റെ, അതുപോലെ സർവീസ് പ്രൊവൈഡേഴ്സിന്റെ ഒക്കെ ഒരു അസോസിയേഷൻ ആണ്. ആൻഡ് ഇവരെല്ലാവരും കൂടി പരസ്പരം ഒരു എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യാണ്. ആ എഗ്രിമെന്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ സെയില്, അതുപോലെ ഗുഡ്സിന്റെയും സർവീസസിന്റെ ഒക്കെ പ്രൈസ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യും. അതായത് ഇതിൻ്റെയൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യും, അതല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഈ കാര്യത്തിന്റെ മുകളിലാണ് ഇവർ എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള ആ ഒരു അസോസിയേഷൻ ഇതുപോലെയുള്ള എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ കാർട്ടൽ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നേച്ചർ ഓഫ് കാർട്ടൽസിനെ കുറിച്ചിട്ടാണ്. ഒരു മാർക്കറ്റ് നിലനിന്ന് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ ഹെൽത്തി കോമ്പറ്റീഷൻ വേണ്ടതാണ്. ബട്ട് ഈ കാർട്ടൽ വരുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? മാർക്കറ്റിലെ കോമ്പറ്റീഷൻ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. അതായത് കാർട്ടൽ എന്ന് പറയുമ്പോൾ എന്താണ്? അസോസിയേഷൻ ഓഫ് ബിസിനസ് പേഴ്സൺസ് എന്ന് നമുക്ക് പറയാം. അതായത് കോമ്പീറ്റിംഗ് ബിസിനസ്മെൻസ് എന്ത് ചെയ്യാണ്? ഒരു എഗ്രിമെന്റിൽ എൻട്രി ചെയ്യാണ്. അതായത് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, പ്രൈസ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. സോ അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവാണ്? ഈ കോമ്പീറ്റിംഗ് ബിസിനസ് പാർട്ട്നേഴ്സ് തന്നെ ഒരു എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? മാർക്കറ്റിലെ കോമ്പറ്റീഷൻ ഇല്ലാണ്ടാവാണ് ചെയ്യുന്നത്. ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ക്വാളിറ്റി പ്രൊഡക്ട്സ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ അഫോർഡബിൾ പ്രൈസിൽ നമ്മുടെ ഈ കൺസ്യൂമേഴ്സിന് ഇതൊക്കെ വാങ്ങാനും സാധിക്കുകയുള്ളൂ. സോ ഈ കാർട്ടലിന് ഒരു കണക്കിൽ ഹാംഫുൾ ആയിട്ടുള്ള എഗ്രിമെന്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാർട്ടൽ എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിക്കും ഒരു നല്ല കാര്യവും ചെയ്യുന്നില്ല. അതായത് കാർട്ടൽ മൂലം നമ്മുടെ കൺസ്യൂമേഴ്സിനും എക്കണോമിക്കും ഹാം മാത്രമാണ് ഉണ്ടാവുന്നത്. ഇന്ത്യൻ എക്കണോമിക്കും അതുപോലെ തന്നെ ഇന്ത്യൻ കൺസ്യൂമേഴ്സിനെയും മാത്രമല്ല ഈ കാർട്ടല് നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്. നമ്മൾ ഗ്ലോബലി എടുക്കുന്ന സമയത്തും, അതായത് നമ്മൾ ഈ വേൾഡിനെ മൊത്തം കൺസിഡർ ചെയ്യുന്ന സമയത്തും ഈ കാർട്ടൽ എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരേപോലെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് കൊണ്ടുവരുന്നത്. ഇനി നമുക്കിവിടെ പെനാൾട്ടിയെ കുറിച്ചിട്ട് നോക്കാം. കോമ്പറ്റീഷൻ ലോന്റെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ പെനാൾട്ടി ഇമ്പോസ് ചെയ്തിട്ടുള്ളത് കാർട്ടലിന്റെ മുകളിലാണ്. സോ ഈ കാർട്ടലിന്റെ പണിഷ്മെന്റ് അല്ലെങ്കിൽ
കാർട്ടലിന്റെ മുകളിൽ ഇമ്പോസ് ചെയ്തിട്ടുള്ള പെനാൾട്ടിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് സെക്ഷൻ 27 ക്ലോസ് ബിന്റെ അണ്ടറിൽ കൊടുത്തിട്ടുള്ള പ്രൊവിസോലാണ്. സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താന്ന് നോക്കാം. ഇൻ കേസ് എനി എഗ്രിമെന്റ് റെഫേർഡ് ടു ഇൻ സെക്ഷൻ 3 ഹാസ് ബീൻ എന്റേർഡ് ബൈ എ കാർട്ടൽ. സെക്ഷൻ 3ന്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള എഗ്രിമെന്റ് ആണ് നമ്മുടെ കാർട്ടല് എൻ്റർ ചെയ്തിട്ടുള്ളതെങ്കിൽ, കാർട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അസോസിയേഷൻ ഓഫ് കുറച്ച് പേഴ്സൺസിനെയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെല്ലർ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ട്രേഡർ, ഇവരുടെയൊക്കെ ഒരു അസോസിയേഷൻ ആണ്. സോ ഈ ഒരു അസോസിയേഷൻ ഒരു ആന്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെന്റിലാണ് എൻ്റർ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ കാർട്ടലിൽ പെട്ടിട്ടുള്ള ഓരോരോ പേഴ്സൺസിനും താഴെ പറയുന്ന പെനാൾട്ടി നമ്മുടെ കമ്മീഷൻ എന്ന് പറയുമ്പോൾ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് ഇമ്പോസ് ചെയ്യുന്നതായിരിക്കും. സോ ആ പെനാൾട്ടി എത്രയാണ് നമുക്ക് നോക്കാം. പെനാൾട്ടി അപ് ടു 3 times ഓഫ് ഇറ്റ്സ് പ്രോഫിറ്റ് ഫോർ ഈച്ച് ഇയർ ഓഫ് ദ കണ്ടിന്യൂൻസ് ഓഫ് സച്ച് എഗ്രിമെന്റ്. ഇതുപോലെയുള്ള ആന്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെന്റ്, അതായത് കാർട്ടല് പോലത്തെ എഗ്രിമെന്റ്, അവർ എത്ര കാലത്തോളം ആ എഗ്രിമെന്റുമായിട്ട് മുന്നോട്ട് പോകുന്നു അത്രയും കാലം അവർ നേടിയെടുത്തിട്ടുള്ള ലാഭത്തിന്റെ 3 ഇരട്ടി വരെ പെനാൾട്ടി ഇമ്പോസ് ചെയ്തേക്കാം. അതല്ലെങ്കിൽ 10% ഓഫ് ഇറ്റ്സ് ടേൺ ഓവർ ഫോർ ഈച്ച് ഇയർ ഓഫ് ദ കണ്ടിന്യൂൻസ് ഓഫ് സച്ച് എഗ്രിമെന്റ്. അതായത് അവരെ പിന്നെയും ഈ എഗ്രിമെന്റ് ആയിട്ട്, അതല്ലെങ്കിൽ എത്ര കാലം അവർ വീണ്ടും ഈ എഗ്രിമെന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നു അത്രയും കാലം അവർക്ക് ആ ബിസിനസ് ഫേം നേടിയെടുത്തിട്ടുള്ള ടേൺ ഓവറിലെ 10% ആയിരിക്കാം. ഇത് ഓറാണ് കേട്ടോ. ഒന്നെങ്കിൽ 3 times ഓഫ് പ്രോഫിറ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ ടേൺ ഓവറിന്റെ 10% ആയിരിക്കാം. ഇതിൽ ഏതിനാണ് കൂടുതൽ ഹയർ എമൗണ്ട് വരുന്നത് അതായിരിക്കും ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ ഇവരുടെ മുകളിലൊക്കെ ഇമ്പോസ് ചെയ്യുന്നുണ്ടാവുക. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് കാർട്ടൽസിനെ കുറിച്ചിട്ട് നോക്കാം. ആദ്യമായിട്ട് പ്രൈസ് ഫിക്സിംഗ് എഗ്രിമെന്റ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 2 അതിൽ കൂടുതലോ കോമ്പീറ്റിംഗ് ആയിട്ടുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ ഒരു എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യാണ്. ആൻഡ് ആ എഗ്രിമെന്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മാർക്കറ്റിൽ നിലവിലുള്ള ഗുഡ്സിന്റെ പ്രൈസ് തീരുമാനിക്കുക, അതല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ആ പ്രൈസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവലായിരിക്കാം, അതല്ലെങ്കിൽ അവർ ആ സാധനങ്ങളുടെ അല്ലെങ്കിൽ സർവീസിന്റെ ഒക്കെ പ്രൈസ് കൺട്രോൾ ചെയ്യുകയായിരിക്കാം. സോ ഈ ഉദ്ദേശത്തോട് കൂടിയിട്ട് ഒക്കെ 2 അതിൽ കൂടുതലോ കോമ്പീറ്റിംഗ് ബിസിനസ് എന്റർപ്രൈസസ് എൻ്റർ ചെയ്യുന്ന എഗ്രിമെന്റ്സിനെ വിളിക്കുന്ന പേരാണ് പ്രൈസ് ഫിക്സിംഗ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. പ്രൈസ് ഫിക്സിംഗ് കൺട്രോൾസ് ദ മാർക്കറ്റ്. ഒരു മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് വില നിർണ്ണയിക്കൽ തന്നെയാണ് സത്യം പറഞ്ഞാൽ. ആൻഡ് കുറച്ച് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് ഈ വില നിർണ്ണയിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ പവർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ന്യായീകരിക്കാൻ പറ്റാത്ത വില ഈ പ്രൊഡക്ട്സിന് ഇടും. അതായത് കൂടിയ വില, അതായത് കസ്റ്റമേഴ്സിനൊക്കെ നഷ്ടം വരുന്ന രീതിയിലുള്ള വില അവർ എന്ത് ചെയ്യും, ഈ ഗുഡ്സിനും സർവീസസിനും ഇടും. അതൊരു കണക്കിൽ നമ്മുടെ കൺസ്യൂമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യൽ തന്നെയാണ്. Price fixing agreement is a form of elimination of competition in the market, thus it is unlawful per se. And price fixing agreement എൻ്റർ ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉണ്ടാവുന്നത്, എല്ലാവരും ഒരേ ടേംസിൽ പോവുകയാണ്. അതായത് ഇത്ര വില വെച്ചാൽ മതി, അല്ലെങ്കിൽ ഈ വിലയായിട്ട് മുന്നോട്ട് പോയാൽ മതി എന്നുള്ളതിലാണ്. സോ എല്ലാവരും ഒരു പരസ്പര ധാരണയോടുകൂടെ പോകുന്ന സമയത്ത് മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ പ്രൈസ് ഫിക്സിംഗ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് അൺലോഫുൾ ആണ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കാർട്ടൽ എന്ന് പറയുന്നത് മാർക്കറ്റ് ഷെയറിംഗ് ആണ്. അതായത് 2 അതിൽ കൂടുതൽ കോമ്പീറ്റിംഗ് ബിസിനസ് സ്ഥാപനങ്ങൾ ഒരു എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യണം. ആൻഡ് അവർ ആ എഗ്രിമെന്റിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സാധനം വിൽക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഞാൻ സാധനം വിൽക്കില്ല, അതല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ തരത്തിലുള്ള ഗുഡ്സ് ഒന്നും ഞാൻ പ്രൊഡ്യൂസ് ചെയ്യില്ല, അതല്ലെങ്കിൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് ഞാൻ സാധനം വിൽക്കില്ല, പകരം എൻ്റെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് നിങ്ങളും വിൽക്കാൻ പാടില്ല. സോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എൻ്റർ ചെയ്യുന്ന എഗ്രിമെന്റ്സിനെയാണ് നമ്മൾ മാർക്കറ്റ് ഷെയറിംഗ് എഗ്രിമെന്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, കോമ്പറ്റീറ്റേഴ്സ് തന്നെ പറയാണ്, ഇവരെന്നെ മാർക്കറ്റ് ഓരോരുത്തർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, ഇന്ന ഭാഗം നിങ്ങളുടെയാണ്, ഇന്ന ഭാഗം എൻ്റെയാണ്. സോ
സോ ഇതും ഒരു തരത്തിൽ മാർക്കറ്റിലെ കോമ്പറ്റീഷനെ ഇല്ലാണ്ടാക്കാണ് ചെയ്യുന്നത്. അടുത്ത കാർട്ടൽ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ലിമിറ്റിംഗ് എഗ്രിമെന്റ് ആണ്. ഇവിടെ എന്താണ് ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ രണ്ടോ അതിൽ കൂടുതൽ കോമ്പീറ്റിംഗ് ബിസിനസ് എന്റർപ്രൈസസ് ഒരു എഗ്രിമെന്റിൽ എൻട്രി ചെയ്യാണ്. ആൻഡ് ആ എഗ്രിമെന്റിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ ഔട്ട്പുട്ടിന്റെ എണ്ണം കുറയ്ക്കണം, അതായത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോളിയം കുറയ്ക്കണം. സോ ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഇവർ സാധനത്തിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സപ്ലൈയും കുറയും, അതായത് മാർക്കറ്റിൽ ആ സാധനം സപ്ലൈ ചെയ്യുന്നതും കുറയും. സോ സപ്ലൈ കുറവാകുന്ന സമയത്ത് ഇവർക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാം, ഈ പ്രൊഡക്ട്സിന്റെ പ്രൈസ് കൂട്ടാം. അതായത് ഒരു സാധനം ക്ഷാമം അനുഭവിക്കുന്ന സമയത്ത് എത്ര വില കൊടുത്തിട്ടും ആൾക്കാർ എന്ത് ചെയ്യും, അത് വാങ്ങിക്കും. സോ ഈ ക്വാണ്ടിറ്റി ലിമിറ്റിംഗ് എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനത്തിന്റെ എണ്ണം അല്ലെങ്കിൽ വോളിയം കുറയ്ക്കണമെന്ന് പറഞ്ഞ് എൻട്രി ചെയ്യുന്ന എഗ്രിമെന്റ്സ് ആണ്. ഈ എഗ്രിമെന്റ്സും ഇല്ലീഗൽ തന്നെയാണ്. അടുത്ത എഗ്രിമെന്റ് എന്ന് പറയുന്നത് ബിഡ് റിഗിംഗ് എഗ്രിമെന്റ് എന്നാണ്. കൊളൂസീവ് ടെൻഡറിങ് എന്നുള്ള പേരിലും ഈ ബിഡ് റിഗിംഗ് എഗ്രിമെന്റ് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. സോ ഇവിടെ എന്താണ് ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ ബിഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, ലേലത്തിനെയാണ്. സോ ഒരു ലേലത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒരുപാട് കോമ്പീറ്റിംഗ് എന്റർപ്രൈസസ്, ബിസിനസ് എന്റർപ്രൈസസ് ഉണ്ടാവും. ബട്ട് ഇവർ തമ്മിൽ ഒരു എഗ്രിമെന്റിൽ എൻട്രി ആണ്. അതായത് ഈ ലേലം വിളിക്കാൻ പോകുന്നത് ഇന്ന ബിസിനസ് എന്റർപ്രൈസ് ആണ്, സോ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മത്സരിക്കില്ല. സോ ഈ ലേലത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും കൂടിയിട്ട് ഒരു പെർട്ടിക്കുലർ ആൾക്ക് ലേലം വിളിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാണ്. സോ ഇതിനാണ് ബിഡ് റിഗിംഗ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ടെൻഡറിന് വേണ്ടിയിട്ട് നമ്മൾ തമ്മിൽ മത്സരിക്കില്ല എന്ന് പറഞ്ഞ് എൻട്രി ചെയ്യുന്ന എഗ്രിമെന്റ് ആണ് ബിഡ് റിഗിംഗ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.